നമസ്കാരം. ഇന്നത്തെ വില്ലേജ് എഡിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്തെ ലോഡ്ജിൽ CBI സംഘം പരിശോധന നടത്തി. ലോഡ്ജ് ഉടമ ബിജു സേവ്യറിന്റെ മൊഴിയെടുത്തു. ജസ്നയെന്ന് സംശയിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് വെളിപ്പെടുത്തിയ രമണിയുടെ മൊഴി എടുത്തില്ല. കാണാതെയാകുന്നതിന് 2 ദിവസം മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ ഒരു യുവാവിനൊപ്പം കണ്ടെന്നും ടെസ്റ്റ് എഴുതാൻ വന്നതാണെന്നാണ് പറഞ്ഞിരുന്നതെന്നും വെളിപ്പെടുത്തി ലോഡ്ജിലെ ജോലിക്കാരി രമണി രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പരാതി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് കൈമാറി. പരാതിയിൽ കേസെടുക്കാൻ കഴിയുമോ എന്നതിൽ പ്രാഥമിക പരിശോധന നടത്താൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത്. മലയാള സിനിമയിലെ സെക്ഷൽ മാഫിയയെ പുറത്തു കൊണ്ടുവരണമെന്ന് പരാതിയിൽ പറയുന്നു. 2019 ഡിസംബർ 31-നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. ഉന്നത പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിയമനം നൽകാനുള്ള വിജ്ഞാപനം റദ്ദാക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് UPSCക്ക് കത്തയച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി പ്രതിഷേധം അറിയിച്ചിരുന്നു. പിന്നാലെ ഭരണകക്ഷി MPമാരും എതിർപ്പുമായി വന്നതോടെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. 24 മന്ത്രാലയങ്ങളിലെ 45 തസ്തികകളിലേക്കാണ് UPSC നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത്. ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചത്. കൊൽക്കത്തയിലെ PG ഡോക്ടറുടെ കൊലപാതക കേസിൽ വ്യാഴാഴ്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് പിന്നാലെ കൊൽക്കത്തയിലെ RG-കർ ആശുപത്രി അടിച്ചു തകർത്ത സംഭവത്തിലെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകി. 3 സെന്റിൽ കുറയാത്ത സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തി നൽകണം. സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമായി കോർപ്പറേഷനാണ് ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുക. തീവണ്ടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമില്ലെന്ന പരാതികൾ ഏറുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇത്തരം പരാതികളിന്മേൽ 500% വർധനവാണ് ഉണ്ടായത്. ഭക്ഷണത്തിലെ ഗുണനിലവാര തകർച്ചയുമായി ബന്ധപ്പെട്ട് 2022 മാർച്ചിൽ 1192 പരാതികളാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന് ലഭിച്ചിരുന്നത്. എന്നാൽ 2023 ഏപ്രിലിനും 2024 ഫെബ്രുവരിക്കുമിടയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം 6948 വർദ്ധിച്ചു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളാൻ വിവിധ ബാങ്കുകളോട് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നിർദ്ദേശം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി V വേണു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട ബാങ്കുകളുടെ ബോർഡ് യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എല്ലാ അംഗങ്ങളും മരിച്ചതും കുട്ടികൾ മാത്രം ബാക്കിയായതുമായ കുടുംബങ്ങളിലെ വായ്പ എഴുതിത്തള്ളുന്നതിനാകും മുൻഗണന. രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും പരീക്ഷണം പൂർത്തിയാക്കി BSNL 4G ഒക്ടോബറിൽ ജനങ്ങളിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട്. ഇതുവരെയുള്ള പരീക്ഷണം വിജയകരമായിരുന്നു. ഇതിനോടകം 25,000-ലധികം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഒക്ടോബറോടെ ഇത് 32,000-ഉം
അടുത്ത വർഷം മാർച്ചിൽ ഇത് 1 ലക്ഷവും ആകും. 4G സിം കാർഡുകളുടെ വിതരണവും രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നും BSNL-ലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ഫലപ്രദമായ സംവിധാനമൊരുക്കാൻ തീരുമാനമായി. ബേപ്പൂർ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി കോർപ്പറേഷൻ, ജില്ലാ ശുചിത്വ മിഷൻ തുടങ്ങിയവ ചേർന്ന് ദ്രവമാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റ് സ്ഥാപിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ പോലെയുള്ള വലിയ സംവിധാനമല്ല ഒരുക്കുക, മറിച്ച് വ്യവസായ മേഖലയിലും മറ്റുമെല്ലാം സ്ഥാപിക്കുന്ന രീതിയിലുള്ള ചെറിയ പ്ലാന്റ് സ്ഥാപിക്കാനാണ് ആലോചന. നാദാപുരം 3 വർഷത്തിലധികമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു വന്ന ദന്താശുപത്രി അടച്ചുപൂട്ടി. പുറമേരിയിലെ ഡെന്റൽ പേൾ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിനെതിരെയാണ് നടപടി. അടിസ്ഥാന സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയുമില്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചത്. ലുലു മാൾ തുറക്കുന്നതോടെ മങ്കാവ് ജംഗ്ഷനിൽ രൂപപ്പെട്ടേക്കാവുന്ന വൻ ഗതാഗത കുരുക്ക് പരിഹരിക്കാനാവശ്യമായ ഗതാഗത പരിഷ്കരണത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പഠനം തുടങ്ങി. ലുലു മാൾ അധികൃതരുടെ ആവശ്യപ്രകാരമാണ് നാറ്റ്പാക് പഠനം നടത്തുന്നത്. 1 മാസത്തെ സമയമുണ്ടെങ്കിലും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പഠനത്തിനു നേതൃത്വം നൽകുന്ന നാറ്റ്പാക് ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് വിഭാഗം മേധാവി ഡോക്ടർ S ഹാഷിം വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.